സേവനങ്ങൾ അനുഷ്ഠിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടറി ഷഫീഖ്, അള്ളാഹു ആ സഹോദരന് ആരോഗ്യം നൽകുമാറാകട്ടെ. പ്രവർത്തിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും അള്ളാഹു നൽകുമാറാകട്ടെ. അതുപോലെ ഞങ്ങളുടെ പ്രവർത്തകൻ, ഞങ്ങളുടെ ട്രഷറർ കൂടിയായ ബഹുമാന്യനായ യൂസുഫ് ചാവക്കാട് ഞങ്ങളുടെ വളരെ നിഷ്കളങ്കനായ പ്രവർത്തകനാണ്. ഒരു കാര്യം പറഞ്ഞാൽ മുഖത്തോട് മുഖത്ത് നിന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ വചനം പോലും കേൾക്കുമ്പോൾ ഞാൻ ഒരാളെ പുകഴ്ത്തി പറയുന്ന, മുഖത്തോട് മുഖം നോക്കി ഇന്ന് പൊട്ടിക്കരയുന്ന മനുഷ്യൻ, അള്ളാഹു അദ്ദേഹത്തിന്റെ ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. കൂട്ടത്തിൽ നമ്മയും അള്ളാഹു കാമിലായി ഈമാൻ നൽകുന്നവർ ഉൾപ്പെടുത്തുമാറാകട്ടെ. വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഞങ്ങളുടെ ഈ പ്രവർത്തനം, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ വേദിയിൽ ഹാജരായ എല്ലാവർക്കും ആയിരം 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 ഹുബ്ബുർ റസൂലിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഞാൻ ആയിരം ആയിരം ആശംസകൾ അർപ്പിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഞാൻ ഒന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഒരാൾ പോലും മജ്ലിസുമായി അകന്നു നിൽക്കരുത്. ആർക്കും പങ്കാളിയാകാം. ഒരാളുടെയും ഗ്രൂപ്പ് പറയാറില്ല, ഒരാളുടെയും പരദൂഷണങ്ങൾ പറയാറില്ല. അവിടെ വരുന്നവർക്ക് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുകയും ഹബീബിന്റെ പേരിലുള്ള സ്വലാത്തുകൾ ചൊല്ലുകയും ദുആ കഴിഞ്ഞ് അവർക്ക് പിരിഞ്ഞു പോകാം. പുറത്തേക്ക് പോയിട്ട് അവർക്ക് ഏത് ഗ്രൂപ്പ് വേണമെങ്കിലും സംസാരിക്കാം. പക്ഷേ ഞങ്ങളുടെ മജ്ലിസിൽ അതിനൊരു അവസരമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഈ മജ്ലിസിൽ നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾ പങ്കാളിയാകണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുപോലെ ഞാൻ ഏറ്റവും കൂടുതൽ സ്വാഗതം പറയേണ്ടത്, നാം എല്ലാവരും കാതോർത്ത് നിൽക്കുന്ന കേരളത്തിന്റെ അഹ്ലുസുന്നയുടെ ശബ്ദമാണ്. അള്ളാഹു ആ ശബ്ദത്തിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. എന്നോട് ചില സംഭവങ്ങൾ പറഞ്ഞു ബഹുമാന്യനായ കബീർ ഉസ്താദ് അവറുകൾ. പ്രസംഗം കേട്ടിട്ട് എത്രയോ ആൾക്കാർ നന്നായവര്, എന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി, ഞാൻ തന്നെ ഒന്ന് പൊട്ടിക്കരഞ്ഞുപോയി. അള്ളാഹുവേ, പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവേ, ഈ വേദിയെ നിയന്ത്രിക്കുന്ന പടച്ചവനെ, ഈ ശബ്ദത്തിനെ നീ നിലനിർത്തണേ തമ്പുരാനെ. അള്ളാഹുവേ, ഈ ശബ്ദത്തിനെ നിലനിർത്തണേ തമ്പുരാനെ. അള്ളാഹുവേ, നിലനിർത്തണേ തമ്പുരാനെ. കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് മാർഗദർശനം നൽകാൻ അള്ളാഹുവേ നീ തൗഫീഖ് നൽകാണ്. ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. ആയിരം ആരോഗ്യം നൽകണേ. എല്ലാവരും ദുആ ചെയ്യണം. ഇത് വെറും ശബ്ദമല്ല, ഇത് കേരളത്തിന്റെ ഒരുപാട് ചെറുപ്പക്കാർക്ക് ദിശാബോധം നൽകിയ ശബ്ദമാണ്. അതുകൊണ്ട് ഈ ശബ്ദത്തിന് വേണ്ടി ദുആ ചെയ്യണം. അതുകൊണ്ട് ബഹുമാന്യനായ എന്റെ ഉസ്താദ് കാഞ്ഞാർ അഹമ്മദ് കബീർ ബാക്കവി അവറുകളെ ഞാൻ ആദരപൂർവം ഞങ്ങളുടെ ഹുബ്ബുർ റസൂലിന്റെ പ്രവാചക സ്നേഹത്തിന്റെ തീരത്തേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഒമാനിൽ എല്ലാ വേദികളിലും എല്ലാവർക്കും എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമാകുന്ന ബഹുമാന്യനായ നമ്മുടെ വാഹിദ് ഹാജി കരുനാഗപ്പള്ളി, അദ്ദേഹം ഒരു പ്രവർത്തനത്തിലും പിന്നിലില്ല. ആര് ചെന്നാലും ആരെയും വെറുതെ വിടാറില്ല. എല്ലാവരെയും മാന്യമായി സൽക്കരിച്ചിരുത്തി എല്ലാവർക്കും അർഹിക്കുന്ന പ്രാധാന്യം നൽകി സഹായിക്കുന്ന ബഹുമാന്യനായ വാഹിദ് ഹാജി ഒരിക്കൽ എന്നോട് പറഞ്ഞു, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആരൊക്കെ വന്നാലും ഞാൻ ومن قبله والمؤتفكات بالخاطئة فعصوا رسول ربهم فأخذهم أخذة رابية إنا لما طغى الماء لنجعلها لكم تذكرة وتعيها أذن واعية فإذا نفخ في الصور نفخة واحدة وحملت الأرض والجبال فدكتا دكة واحدة فيومئذ وقعت الواقية صدق الله العظيم. السلام عليكم. ബഹുമാന്യനായ സിദ്ദീഖ് ഫൈസി ഉസ്താദ് അവർകളെ, ആദരണീയനായ
കേരള മുസ്ലിങ്ങളുടെ അഭിമാനത്തിന്റെ തേജപൂജമായ ബഹുമാനപ്പെട്ട അഹമ്മദ് കബീർ ബാക്കബി ഉസ്താദ് അവർകളെ, ബഹുമാന്യനായ ഹുബ്ബ് റസൂലിന്റെ കരുത്തനായ പ്രസിഡന്റ് ജനാബ് മുസ്തഫ സാഹിബ് അവറുകളെ, മദ്ഹ് റസൂൽ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ അബ്ദുൽ ലത്തീഫ് സാഹിബ് അവറുകളെ, വേദിയിലുള്ള ഉസ്താദുമാരെ, മറ്റു സഹോദരന്മാരെ, ഹുബ്ബ് റസൂലിന്റെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ വന്ന പ്രിയപ്പെട്ട ആത്മീയ മുന്നേറ്റങ്ങൾക്ക് വേദിയാകുന്ന മസ്ജിദ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹുബ്ബ് റസൂൽ എന്ന കൂട്ടായ്മയുടെ മദ്ഹ് റസൂൽ പ്രഭാഷണ വേദിയിലാണ് നാം ഉള്ളത്. ഹുബ്ബ് റസൂലിനെ കുറിച്ചു വളരെ വിശദമായി തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദ് ഇവിടെ സംസാരിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ വിശുദ്ധമായി ഒരു പ്രസംഗത്തിൽ ഞാൻ മുതിരുന്നില്ല. എന്നിരുന്നാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഒരു ഹുബ്ബ് റസൂലിന്റെ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഹുബ്ബ് റസൂലിന്റെ വളരെ വിശുദ്ധമായ ഹുബ്ബ് റസൂലിന്റെ ഓരോ ചലനങ്ങളും അടങ്ങിയ ഒരു ലഘുരേഖ ഇവിടെ വിതരണം ചെയ്യുന്നതാണ്. അത് എല്ലാ സഹോദരന്മാരും أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله وأفوض أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار صلى الله وسلم عليك يا سيدنا يا رسول الله صلى الله وسلم عليك يا حبيبنا يا رسول الله بلغت الرسالة وأديت الأمانة ونصحت الأمة وكسبت الغمة وجاهدت في سبيل ربك حق جهاده وعبدت ربك حتى وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم تركت فيكم أمرين لن تضلوا ما تمسكتم بهما كتاب الله وسنة رسوله صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم أزكى الصلاة مع السلام تعترت تغشى شفيع المذنبين تكثرت أمة وآلا والسحابة وبشرت فاختنا النودي بيد بارنغدا കഷ്ടനാഥനായി ജാതനായെങ്കിലും ശിഷ്യർക്ക് നാഥനായി വർത്തിച്ച സാത്വിക കഷ്ടനാഥനായി ജാതനായെങ്കിലും ശിഷ്യർക്ക് നാഥനായി വർത്തിച്ച സാത്വിക അങ്ങേ ചൂടുമൊരായിരം ഓർമ്മകൾ ആത്മഹർഷം വിതച്ചെത്തുമീ വേളയിൽ കൈകോത്തുമേകുന്നു മണ്ണുമാകാശവും കൈമാറി നിൽപ്പൂ സ്തുതിയും ആശംസയും. സമാധാനനും ബഹുമാന്യനുമായ
ഈ അനുഗ്രഹീതമായ ഹുബ്ബ് റസൂലിന്റെ അധ്യക്ഷൻ ബഹുമാന്യനായ അഷ്റഫ് സാഹിബ് ചാവക്കാട് ഈ മഹനീയമായ സദസ്സിന് സ്വാഗത പ്രഭാഷണം നടത്തിയ എൻ്റെ ബഹുമാന്യ സുഹൃത്തും അനുഗ്രഹീത പ്രഭാഷകനും ഈ ഹുബ്ബ് റസൂലിന്റെ പിന്നിലെ വലിയൊരു പ്രേരക ശക്തിയുമായ ബഹുമാന്യനായ സിദ്ദീഖ് ഫൈസി കണിയാപുരം, ഹുബ്ബ് റസൂലിന്റെ പ്രസിഡന്റ് ബഹുമാന്യനായ മുസ്തഫ സാഹിബ് തിരൂർ, സെക്രട്ടറി ബഹുമാന്യനായ റിയാസ് കൊല്ലം, ബഹുമാന്യനായ താജുദ്ദീൻ മുസ്ലിയാർ, ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ ബഹുമാന്യനായ എൻ്റെ സുഹൃത്ത് ലത്തീഫ് സാഹിബ് അകലാട്, ബഹുമാന്യനായ ആദരണീയരായ പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കൾ, എൻ്റെ നാട്ടുകാരനും എൻ്റെ ബഹുമാന്യനായ സുഹൃത്തുമായ സുഹൂൽ അൽ ഫൈഹം ഗ്രൂപ്പിൻ്റെ MD ബഹുമാന്യനായ KC വാഹിദ് ഹാജി, ഈ പുണ്യമായ സദസ്സിൽ ഉപവിഷ്ടരായ, സമയമേറെ ദീർഘിച്ചതുകൊണ്ട് ആളുകളുടെ പേരുകൾ ഞാൻ ചുരുക്കുകയാണ്. എല്ലാവരും പ്രസക്തരും പ്രശസ്തരും പരിഗണിക്കപ്പെടേണ്ടവരുമാണ് എന്ന ബോധത്തോടുകൂടി തന്നെ സമയമേറെ വൈകിയതുകൊണ്ട് ഈ പുണ്യമായ ഹുബ്ബ് റസൂലിന് വേണ്ടി കയ്യും മെയ്യും മറന്ന് അഹോരാത്രം പാടുപെടുന്ന ഇതിൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, പ്രിയപ്പെട്ട KMCCയുടെ സുന്നി സെന്ററിന്റെ ഭാരവാഹികൾ, ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെൻ്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. സർവസ്തുതിയും സർവലോകരക്ഷിതാവായ അള്ളാഹുവിനാകും. അവന്റെ അതുല്യവും അമേയവും അനന്തവും അപരിമേയവുമായ അനുഗ്രഹത്തിന് അനുസ്യൂതമായ പ്രവാഹം അന്ത്യദൂതരായ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലും അവിടുത്തെ അധരമടികളെ അനുധാവനം ചെയ്യുന്ന അനുചര വൃന്ദങ്ങളിലും തിരുക്കുടുംബാദികളിലും സാലിഹ്യങ്ങളിലും സച്ചരിതരിലും സദാ വർഷിക്കുമാറാകട്ടെ. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ സദസ്സിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ ഗതകാല ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടമുള്ള ജീവിതം പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി അള്ളാഹുവിനും അവന്റെ പ്രവാചകനും വഴിപ്പെട്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ സദസ്സിൽ പലവിധ ഭാവത്തിൽ നിന്ന് മദീന റൗളയുടെ സ്നേഹ തലോടലുകളിലേക്ക് ലോകം കാതോർത്തു നിൽക്കുന്ന പരിശുദ്ധമായ റബീഇന്റെ ഈ പുണ്യമായ ദിനരാത്രങ്ങളിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കലാപകലുഷിതമായ ഒരു ഭൂമിയിൽ സ്നേഹത്തിന്റെ നറുമലർ ചാർത്തിയ, പരസ്പരം തമ്മിലടിച്ച ഒരു ജനതയെ സ്നേഹത്തിന്റെ പൂച്ചെണ്ടുകളിൽ സാഹോദര്യം കൊണ്ട് ചേർത്തെടുത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലേക്കും അവിടുത്തെ മഹിത ജീവിതത്തിലേക്കും ലോകം ഒരിക്കൽ കൂടി എത്തി നോക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ ജീവിത സംസ്കാരത്തിലേക്ക് ലോകം ഒരിക്കൽ കൂടി തിരിച്ചു വരികയാണ്. ആഗോളപരമായും അന്തർദേശീയ തലങ്ങളിലും പ്രാദേശികമായും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്തായിരുന്നു, ഒരിക്കൽ കൂടി 14-ാം നൂറ്റാണ്ടിന്റെ ആസുരഭാവത്തെ ആത്മീയതയുടെ തലങ്ങളിലേക്ക് കൈപിടിച്ചു നടത്തിയ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ആ പുണ്യനായകൻ ഒരിക്കൽ കൂടി ഈ കലാപകലുഷിതമായ ഭൂമിയിലേക്ക് ശാന്തിദൂതുമായി കടന്നു വന്നിരുന്നെങ്കിൽ എന്ന് ലോകം മുഴുവനും ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം. ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ആ മുഖങ്ങളൊന്നുമില്ലാതെ തന്നെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് പെട്ടെന്ന് കടക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ആസുരഭാവത്തോടുകൂടി സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ലോക ജനത നാടിന്റെ നടുവിൽ
എന്താണ് ചെയ്യുന്നതെന്നറിയാതെ തങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ആരുടെയും രക്തത്തിന്റെ പുഴയൊടുക്കാൻ കാത്തു നിൽക്കുന്ന ഒരു വല്ലാത്ത വൈരുദ്ധ്യാത്മക സമീപനത്തിലേക്ക് ലോകം നടന്നു പോവുകയാണ്. അശാന്തിയുടെ, അസ്വസ്ഥതകളുടെ, കലാപത്തിന്റെ, വൈരാഗ്യത്തിന് പള്ളിക്കൂടത്തിലേക്ക് കടന്നു വന്നപ്പോൾ തോക്കിനിടയായ പാകിസ്ഥാനിലെ പാവപ്പെട്ട കുട്ടികൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല പഠിക്കാൻ പോകുന്നത് ഒരു പാപമാണ് എന്ന്. അറിവ് തേടി ഞങ്ങൾ പോയത് ഏതെങ്കിലും ഒരു വലിയ മരണത്തിലേക്കാണ് എന്ന് അക്ഷരം പഠിക്കാൻ വേണ്ടി വന്ന പാവപ്പെട്ട കുരുന്നുകളുടെ മുമ്പിലേക്ക് മതഭ്രാന്തിൻ്റെതാകട്ടെ ഏതൊക്കെ ന്യായീകരണങ്ങളുടെ അടിസ്ഥാനമുണ്ടെങ്കിലും പാവപ്പെട്ട പിഞ്ചു കുരുന്നുകളുടെ നെഞ്ചുകളിലേക്ക് വെടിയുണ്ട് വീണ് 170-ലധികം പിഞ്ചു കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കളെ നിലവിളിച്ചുകൊണ്ട് പാവങ്ങളുടെ മൃതശരീരങ്ങൾ കുഞ്ഞുകൂടുമ്പോ കിഴക്കേ വസീറിസ്ഥാനിലെ അധികാരത്തിന്റെ പേര് പറഞ്ഞ് നിരപരാധികളും നിരായുധരും നിരാലംബരും നിരാശ്രയമായ പാവപ്പെട്ട പിഞ്ചു പൈതങ്ങളോട് ആ പൈതങ്ങളെ ഇത് തെറ്റാണ് ചെയ്തത്. അവർക്കറിയില്ല വെടിവെച്ചവരാരെന്ന്, എന്തിനാണ് കൊന്നതെന്ന്. കട്ടകൾ കൊണ്ട് ജീവിതത്തിൽ പച്ചമാംസം കത്തിയെരിഞ്ഞ് ലോകത്തൊരു ജനതയും ഒരു മനുഷ്യനോട് ചെയ്തിട്ടില്ലാത്ത ക്രൂരത ചെയ്ത തന്റെ എതിരാളികളോട് യുദ്ധം ചെയ്യാൻ പോകുമ്പോ, എതിരാളികളാണെങ്കിൽ പോലും നമ്മെ ജന്മനാട്ടിൽ നിന്ന് ആട്ടിയോടിച്ചവരാണെങ്കിലും നമ്മെ തീക്കട്ടകളിലേക്ക് വലിച്ചെറിഞ്ഞവരാണെങ്കിലും ഒരു വൃദ്ധനെ കൊല്ലാൻ പാടില്ല, വലംറഅത്തൻ പെണ്ണിനോട് അക്രമം പാടില്ല എന്ന് പഠിപ്പിച്ചു കൊടുത്ത സമാധാനത്തിന്റെ ദൂതൻ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ലോക ചരിത്രത്തിൽ ഒരാൾക്കും കാണാൻ കഴിയില്ല യുദ്ധം ചെയ്യാൻ പോകുന്ന അനുയായികളോട് നിങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുമ്പോഴും എതിരാളി നിങ്ങൾ പോകുന്ന വഴിയിൽ നിങ്ങൾ ഒരു ദുആ ചെയ്യണം. എന്താണ് തിരുദൂതരെ ഞങ്ങൾ ദുആ ചെയ്യണം?